ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ബ്രൗസറാണ് ഗൂഗിളിന്റെ ക്രോം ബ്രൗസർ. ഈ ക്രോം ബ്രൗസറിൽ കൂടെ നമ്മൾ ഒരുപാട് സൈറ്റുകളിലേക്ക് പോകും. ചില സൈറ്റുകളിൽ ഇടയ്ക്കിടയ്ക്ക് പോവും. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ ബ്രൗസറിലെ ക്രോം ബ്രൗസറിലെ ഒന്ന് രണ്ട് അടിപൊളി ഫീച്ചറുകളാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമ്മളിപ്പോൾ ഗൂഗിൾ ക്രോമിൽ ഒരു സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഒരു സൈറ്റ് ഓപ്പൺ ആക്കട്ടെ. ഒരു സൈറ്റ് ഞാനിപ്പോൾ ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ സൈറ്റിന്റെ മേലെ URL കാണും, സൈറ്റിന്റെ അഡ്രസ്സ് കാണും. അതിന്റെ കൂടെ ഒരു ലോക്ക് ചിഹ്നം, ഒരു ചെറിയ കറുത്ത ലോക്ക് ചിഹ്നം, ഒരു പൂട്ടേ. ഈ പൂട്ടുമ്മിൽ ജസ്റ്റ് ഒന്ന് തൊട്ടുകൊടുക്കുക. കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വന്ന് കാണാം. ചില സൈറ്റിന്റെ ലോക്കുമ്പോൾ തൊട്ടാൽ 2 ഓപ്ഷൻ ഉണ്ടാവും, ചിലതിൽ 3 ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ കുക്കീസ് എന്നുള്ള ഇതൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഈ സൈറ്റ് നമ്മളെ കുക്കീസ് എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എത്ര കുക്കീസ് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ ഇവിടെ കാണാം. അത് ഇവിടുന്ന് ഡിലീറ്റ് ആക്കാം. തിരിഞ്ഞ സംഭവം. ഇനി രണ്ടാമത്തത് ലാസ്റ്റ് വിസിറ്റഡ് യെസ്റ്റർഡേ എന്ന് കാണുന്നില്ലേ, ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ സമയത്താണ് ഈ സൈറ്റ് പോയത് അതൊക്കെ ഇവിടെ കാണാം. അതൊക്കെ ഓരോന്നും നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. അടിപൊളിയല്ലേ? ഇതിപ്പോ നമ്മളെ ഫോൺ വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ പോയ സൈറ്റ് എത്ര പ്രാവശ്യം പോയി അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ സംഭവം എങ്ങനെ, നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന അല്ലെങ്കിൽ വല്ലപ്പോഴും പോകുന്ന സൈറ്റുകൾ ഉപയോഗിക്കുന്ന കുക്കീസും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് പ്രാവശ്യം നമ്മൾ സന്ദർശിച്ച സൈറ്റുകളാണെങ്കിൽ അതൊക്കെ നമുക്ക് എപ്പാന്ന് നോക്കുകയും ചെയ്യാം. അവിടുന്ന് ആവശ്യമില്ലെങ്കിൽ റിമൂവ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ മറ്റൊരാൾ നമ്മളെ ഫോൺ എടുത്ത് നോക്കുന്ന നേരം ഇതിൽ കൂടെ നമ്മൾ സൈറ്റ് സന്ദർശിച്ച ഓരോ സൈറ്റും സന്ദർശിച്ച ടൈം, ഏത് ടൈമിൽ എപ്പോഴൊക്കെ ഏതൊക്കെ സൈറ്റ് പോയി എന്ന് കറക്റ്റായിട്ട് മറ്റൊരാൾക്ക് അറിയാനും കഴിയും. അപ്പോൾ അങ്ങനെ ഫോണിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെറിയ ചെറിയ ലൊട്ടിലൊടുക്ക് ടിപ്സുകൾ, ട്രിക്സുകൾ. ഇതൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ വീഡിയോക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയിട്ട് അതിന്റെ മേലെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് ഞെക്കിയേക്കും. നമുക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണും. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.